തിരുവനന്തപുരം വഞ്ചിയൂർ ചെമ്പകശ്ശേരിയിലെ സ്ത്രീയുടെ തലയ്ക്ക് വെടിയേറ്റു. ഞായറാഴ്ച രാവിലെ 8:30 സംഭവം. തിരുവനന്തപുരം വഞ്ചിയൂർ അടുത്ത് എയർപോർട്ട് റോഡിൽ അമ്മ വീടിനൊക്കെ അടുത്ത് ചെമ്പകശ്ശേരി റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ സംഭവം നടന്നത്. അവിടെ നാഷണൽ ഹെൽത്ത് മിഷൻ ജോലിയുള്ള ഷിനിയുടെ വീട്ടിൽ ഞായറാഴ്ച രാവിലെ 8:30 മണിക്ക് ഒരു ലേഡി ചെന്നു. പൊക്കമുള്ള, ഇരുണ്ട നിറമുള്ള, ആരോഗ്യമുള്ള ഒരു സ്ത്രീയാണ്. അവർ വന്ന് ബെല്ലടിച്ചു. അപ്പം വീട്ടിലെ ഷിനിയുടെ ഹസ്ബൻഡിൻ്റെ പിതാവ് ഭാസ്കരൻ നായർ വന്നിറങ്ങി വീട്ടിനകത്തുനിന്ന് വന്ന് തിണ്ണ കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കിയപ്പം ഒരു സ്ത്രീ പറഞ്ഞു, ഒരു കൊറിയറുണ്ട്. കൊറിയർ ഈ ഇങ്ങനെ ഒപ്പിട്ട് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, അത് ഷിനി തന്നെ വേണം, ഇത് രജിസ്റ്റേർഡ് ആണ്. ഷിനിയെ വിളിച്ചു. ഷിനി അകത്തുനിന്ന് വന്നപ്പോൾ അപ്പം പറഞ്ഞു, ഷിനിയെ വിളിക്കുമ്പോൾ ഒരു പേന കൂടി എടുത്ത് ഒപ്പിടാൻ. എന്തായാലും അകത്തുനിന്ന് ഷിനി വന്നു, കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഭാസ്കരൻ നായരുടെ ഷിനി ഉണ്ടോ എന്നാണ് ആദ്യം ഉരിഞ്ഞ വാക്ക്. ഷിനിക്ക് കൊറിയർ ഉണ്ടെന്നൂടെ പറഞ്ഞു ആ പൊക്കമുള്ള സ്ത്രീ. ഒരു പേന കൂടി ഉണ്ട്, 3-4 വാക്കാണ് ഉച്ചരിച്ചത്. എന്തായാലും അവർ ഒപ്പിടാൻ ശ്രമിക്കുമ്പം ഒരു കവറങ്ങ് കൊടുത്തു. അവരുടെ രജിസ്റ്ററിൽ ഒപ്പിടാൻ ശ്രമിക്കുമ്പോൾ ഈ സ്ത്രീ അവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു തോക്കെടുത്ത് ഇവരുടെ തല നോക്കി വെടിവെച്ചു. ആദ്യത്തെ വെടി, രണ്ടാമത്തെ വെടി ഇവരനങ്ങിയത് കൊണ്ടാണ് എന്തോ അതപ്പുറത്തെ ഭിത്തി തറച്ചു. വെടിവെച്ചു, തോക്ക് കണ്ടു. ഷിനി അടുത്ത വെടിക്ക് കൈ കൊണ്ട് തടഞ്ഞു. കൈക്ക് വെടിയേറ്റു. രക്തം ചീറ്റുന്ന ഭാസ്കരൻ നായർ കണ്ടു. ഷിനി ഭാസ്കരൻ നായരെ വിളിച്ചു, നിലവിളിച്ചു. ഭാസ്കരൻ നായർ ഭാര്യ അകത്തുനിന്ന് ഇറങ്ങി വന്നു. 2 കൊച്ചുമക്കളുണ്ട്. വിളികേട്ട് അയൽവക്കംകാർ വന്നു. പെട്ടെന്ന് ഈ ലേഡി അവിടെ നിന്ന് ഇറങ്ങി അവരുടെ ആ റെസിഡൻഷ്യൽ ലൈനിൽ ഒതുക്കിയിട്ടിരുന്ന, സ്വല്പം അകലെ 2 വീടിനപ്പുറം ഒതുക്കിയിട്ടിരുന്ന കാറ് കയറി അവർ ഡ്രൈവ് ചെയ്ത് പോയി. കാറിലെ രജിസ്ട്രേഷൻ നമ്പർ പോലീസ് കണ്ടെടുത്തു. പക്ഷെ അതൊരു ഫേക്ക് നമ്പരാണ്. 6 മാസം മുമ്പ് പറണ്ടൂർ നെടുമങ്ങാടിനടുത്ത് കച്ചവടം ചെയ്ത കാറാണ്. അത് കോഴിക്കോടാണ് വിറ്റത്. ആ വിറ്റ നമ്പരാണ് ഈ ലേഡി വന്നെന്ന് പറയുന്ന കാറിലുണ്ടായിരുന്നത്. അത് പോലീസിന് CCTV ദൃശ്യത്തിൽ കിട്ടി. അപ്പം 3 വെടിവെച്ച് 2 എണ്ണം ഭിത്തിയിലോട്ട് പോയി, 1 എണ്ണം കൈ പതിച്ചു. അവരെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ പെല്ലറ്റ് എടുത്തു. അപ്പം ഇത് ചെറിയ തോക്കിന്ന് ഒരു പെല്ലറ്റാണ് വന്നത്. സാധാരണ പെല്ലറ്റ് നമുക്കറിയാം, അത് പക്ഷികളെ വെടിവെക്കാനൊക്കെ ഉപയോഗിക്കുന്നു. ചെറിയ തോക്ക്, ലൈസൻസ് ആവശ്യമില്ല. അങ്ങനത്തെ ഒരു തോക്ക് നാണ് ഈ പെല്ലറ്റ് വന്നിരിക്കുന്നത് എന്ന് കരുതാം. പെല്ലറ്റ് ആണെങ്കിലും പക്ഷികളെ വെടിവെക്കുന്ന ആയാലും ശരി, നെറ്റിയിലെ ക്ലോസ് റേഞ്ചിൽ ഒരു വെടി ഉതിർത്താൽ ആ പെല്ലറ്റ് നേരെ അവരുടെ ബ്രെയിനിൽ പോയി ചതിക്കും. 2-3 വെടി കൊടുത്താൽ, നെറ്റിയിൽ കൊടുത്താൽ തീർച്ചയായിട്ടും അവരുടെ ബ്രെയിനിൽ തന്നെ പെല്ലറ്റ് ചെല്ലും. അവർ താഴെ വീഴും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡെത്ത് ഉണ്ടാകാം. 1 മണിക്കൂറിനകം എന്തായാലും ഡെത്ത് ഉണ്ടാവും. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബ്രെയിൻ തുളച്ചാണ് അവരുടെ ഈ പെല്ലറ്റ് പോയിരിക്കുന്നത്. വിളിയും ബഹളം വന്നപ്പോൾ ഇവരിറങ്ങി ഓടി. ലേഡി എന്ന് പറയുന്ന സ്ത്രീ അവരെ കാറിൽ കയറി രക്ഷപ്പെട്ടു. കാറിൻ്റെ CCTV ദൃശ്യങ്ങൾ മാത്രമേ പോലീസിന് കിട്ടുള്ളൂ. ആളെ പറ്റി വ്യക്തതയില്ല. വന്ന സ്ത്രീ ഒരു സ്ത്രീ വേഷത്തിൽ നല്ല പൊക്കമുള്ള, ഇരുണ്ട നിറം ഉള്ള സ്ത്രീ, ഒരു ബുർക്ക പോലെ തല മൂടി വെച്ചിരുന്നു. അവരുടെ കണ്ണും മൂക്കും മാത്രം കാണാം വെളിയിൽ. വേറെ അവരെ പറ്റി ഒരു ഐഡൻറ്റിഫിക്കേഷനും ആ വീട്ടുകാർക്ക് കൊടുക്കാനോ പോലീസുകാർക്ക് കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. കാറ് നേരെ ആ വഴി വള്ളക്കടവ് വഴി ബൈപ്പാസിൽ കയറി ആറ്റിങ്ങൽ റൂട്ടിൽ പോയെന്നാണ് ഇപ്പം പറയപ്പെടുന്നത്.
എന്തായാലും കാറ് വിറ്റത് കോഴിക്കോടാണ്. ഇത് ട്രിവാൻഡ്രം റൂറലിലുള്ള ഒരാളുടെ കാറാണ്. ഇത് കൊല്ലാൻ തന്നെ വന്നതാണ്. കാരണം അല്ലെങ്കിൽ ചെറിയ തോക്കായാലും ശരി, പെല്ലറ്റുള്ളതായാലും ശരി, നെറ്റിയിൽ വെടിവെച്ച ആൾ തട്ടിപ്പോകും, സംശയമില്ല. അപ്പോൾ ഒരു ഉദ്ദേശം, ഒരു ഇൻറ്റൻഷണൽ മർഡർ തന്നെ, യാതൊരു സംശയമില്ല. ഇവർക്ക് ആരോടും വൈരാഗ്യമില്ല. ഷിനി സുജിത്ത് നാഷണൽ ഹെൽത്ത് മിഷനിലാണ് ജോലി ചെയ്യുന്നത്. ടെമ്പററി ജോലിയാണ്, സ്ഥിരം അല്ല. ഇവരുടെ ഭർത്താവ് സുജിത്ത് ഇപ്പം മാലിദ്വീപിൽ എവിടെയോ ജോലിക്ക് പോയത്, അയാൾ സ്ഥലത്തില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഷിനിയുടെ തലയ്ക്ക് വെടി വെച്ചത്? ഈ വന്ന പൊക്കമുള്ള ആള് ഒരു സ്ത്രീയാണെന്ന് പറയുന്നു. സ്ത്രീ വേഷം ധരിച്ചിരിക്കുന്നു. പോലീസ് അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം. കാരണം ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കാം വന്നത്, പക്ഷെ സ്ത്രീ വേഷം ധരിച്ചു വന്നതാണോ എനിക്ക് സംശയം. അവരുടെ ശബ്ദം അവർ ഓർമ്മിച്ചെടുക്കണം. 3-4 വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഷിനിയുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. മറ്റത് ശരിക്കൊരു കൊറിയറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പേന കൂടി എടുത്തോ, ഒരു 3-4 വാക്കുകൾ മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഫീമെയിൽ വോയിസിൽ തന്നെ ഗുണ്ട പറഞ്ഞതാണോ? കാരണം ഇത്രയും പൊക്കവും ഇത്ര ഇരുണ്ട നിറവും ഒരാണുങ്ങളുടെ അത്ര ആരോഗ്യമുള്ള ഒരാൾ, ഒരു സ്ത്രീ വന്നെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു പ്രൊഫഷണൽ ആളെ, ഗുണ്ടയെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ പറ്റി അന്വേഷിച്ച് നടക്കാൻ സാധ്യത കൂടും. മിസ്ലീഡ് ചെയ്യാനാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും പോലീസ് അതൊന്നുകൂടെ ആ വോയിസ് എങ്ങനെയായിരുന്നു എന്ന് അവരോടൊന്ന് ഓർത്തെടുക്കാൻ പറയണം. ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത്, സ്ത്രീവേഷം ധരിച്ച് ബുർക്ക പോലെ തല മുഴുവൻ കവർ ചെയ്ത്, മുഖവും കവർ ചെയ്ത്, കണ്ണും മൂക്കും മാത്രം കാണുന്ന വേഷത്തിൽ, അത്രേ അറിയുന്നുള്ളൂ. ഈ വന്ന സ്ത്രീയുടെ അവർ ബെല്ലടിച്ചപ്പം ആ ബെല്ലിൽ ഇവരുടെ ഫിംഗർ പ്രിൻ്റ് ചെറിയ ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ചെറിയ ഒരളവിലെങ്കിലും കിട്ടിയിരിക്കണം. അതിനുശേഷം പിന്നെ ബെല്ല് ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പോലീസ് ഏതായാലും അവിടെ നിന്ന് ഒരു ഫിംഗർ പ്രിൻ്റ് ലിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ മോട്ടീവ് എന്താണ്? എന്തിനാണ് ഇവരെ തലയ്ക്ക് വെടിവെക്കാൻ വന്നത്? ആര് വന്നു? എന്തിനു വന്നു? കുടുംബ പ്രശ്നമാണോ? ആ വാഹനം വിറ്റത് ഇവരുടെ അല്ല, അത് നെടുമങ്ങാട് റൂറലിന് കോഴിക്കോട് വിറ്റതാണ്. അപ്പം നെടുമങ്ങാട് റൂറലുള്ളവർക്ക് ഈ നമ്പർ അറിയാം, അല്ലെങ്കിൽ ആ വീടിൻ്റെ പരിസരത്തുള്ളവർക്ക് അറിയാം. അതിനകത്ത് ഒരു ഫൈനാൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫൈനാൻസ് തീർച്ചയായിട്ടും ആ ഫൈനാൻസ് ഉള്ള അവർക്ക് നമ്പർ അറിയാം. പിന്നെ കോഴിക്കോട് ഉള്ള വിറ്റിട്ട് ഏകദേശം 2 ആഴ്ചയായുള്ളൂ, 15 ദിവസമായി. അവിടുന്നും ഒരാൾ വരാം. പക്ഷേ എന്തിനെന്നുള്ള പ്രശ്നം, ആ ചോദ്യം പ്രസക്തമാണ്. തലക്കെട്ട് വെടിവെച്ചതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പ്, കൊല്ലാൻ തന്നെ വന്നത്. കാരണം നെറ്റി നോക്കി വെടിവെച്ചു, എന്തോ അവർ രക്ഷപ്പെട്ടു. വെടി 2 ഭിത്തിയിലോട്ട് പോയി. ഈ ഒരു സംഭവം നടത്തി അവിടുന്ന് രക്ഷപ്പെടാനുള്ള കോൺഫിഡൻസ് വന്നയാൾക്കുണ്ട്. അവിടെ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ അന്വേഷണം തെറ്റാനായിട്ടുള്ള ഒരു നിലപാടായിരിക്കണം ആ കൾപ്രിറ്റ് ചെയ്തത്. സ്ത്രീയാണ്, കണ്ടാ സ്ത്രീയാണെന്ന് തോന്നും. പക്ഷേ സ്ത്രീയാണെന്ന് പറഞ്ഞെങ്കിലും നല്ല പൊക്കമുള്ള ഇരുണ്ട വ്യക്തിയാണ്. കാരണം സാധാരണഗതിയിലുള്ള സ്ത്രീയുടെ പൊക്കമല്ല, നല്ല ആരോഗ്യമുള്ള ആൾ, പുരുഷനാകാനുള്ള എല്ലാ സാധ്യതയും വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പോലീസ് അവരുടെ അടുത്ത് ആ വോയിസ് ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് ആലോചിച്ച് നോക്കട്ടെ. ഇതൊരു മെയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സാധാരണ പലർക്കും ഫീമെയിൽ വോയിസ് സംസാരിക്കാൻ അറിയാം. 2-3 വാക്കിനകത്താകുമ്പം അത് അവർ ട്രെയിനിങ് നടത്തി റിപ്പീറ്റ് ചെയ്ത് അതേ രീതിയിൽ പറയാൻ പറ്റും. എല്ലാ മനുഷ്യനും ഒരു ചെറിയ സൈന ശബ്ദത്തോടു കൂടി പ്രതികരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വഞ്ചിയൂർ പാൽക്കുളങ്ങര ഈ വീട്, ഇത് തീർച്ചയായിട്ടും ചെമ്പകശ്ശേരി ലൈന് റെസിഡൻഷ്യൽ ഏരിയയാണ്. ഞായറാഴ്ച എന്തായാലും ഷിനി വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞ് അവർക്ക് ഉറപ്പുണ്ട്. അതിന് മുമ്പ് ഒന്ന് പരിശോധിച്ചുകൊണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ അവരുടെ വീടിനടുത്തോട്ടുള്ള ആ ലൈൻ നല്ല നിശ്ചയം വേണം. കാരണം അവിടെ അവരുടെ വീടിന് 2 വീട് അപ്പുറത്താണ് ആ വീടെങ്കിലും അതിന് ഇപ്പുറത്ത്
ഒരിടവഴിയിലോട്ട് കയറ്റി വാഹനം വിട്ടിട്ട് ഓടി രക്ഷപ്പെട്ട് പോകുന്ന ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു അറ്റംപ്റ്റ് ടു മർഡർ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ആ രീതിയിൽ വേണം ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് ഞാൻ കരുതുന്നത്. ആൾക്കാർ ഈ വന്ന കൾപ്രിറ്റിന് അവിടെ എവിടെയൊക്കെ CCTV ദൃശ്യത്തിൽ ഇത് ട്രാപ്പ് ചെയ്യാം എന്ന് നല്ല നിശ്ചയം കൂടെ ഉണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. ആദ്യത്തെ 2 വെടി ഉന്നം തെറ്റിയതാണോ, ഭീതിപ്പെടുത്താനാണോ? ഏതായാലും അവരൊപ്പിടുന്ന സമയത്ത് തല മാറിയപ്പം മുഖത്ത് നോക്കി, അവരുടെ തല നോക്കി വെടിവെച്ചത് ചിലപ്പം ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചപ്പം തെറ്റിയതാകാം. ഏതായാലും കയ്യിൽ ബുള്ളറ്റ് കിട്ടിയതുകൊണ്ട് ആ തോക്ക് എന്തായാലും അത് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു റിവോൾവറോ അതുപോലെ പിസ്റ്റളോ അല്ല, കാരണം പെല്ലറ്റാണ് വന്നിരിക്കുന്നത്. ആ തോക്കിൻ്റെ നീളവും വീതിയൊക്കെ പോലീസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കൊറിയർ അവർക്ക് സ്ഥിരം വരുന്നതാണ്. ആ വീട്ടിൽ എല്ലാ ദിവസവും തന്നെ അവർ പല സാധനങ്ങളും വാങ്ങുന്നത് അത് ഓൺലൈനിലാണ്. അപ്പോൾ കൊറിയറുകാർ എപ്പോഴും വരും. പിന്നെ ഈ അവരുടെ കണ്ണും അവരുടെ മൂക്കും മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. അത് ഇനിയും തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരാം. പക്ഷേ വന്നയാൾ സ്ത്രീയാണെന്നാണ് അവർ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ് അവരുടെ നിഗമനം എന്നുള്ള കാര്യം, കാരണം ഭീതിയിലാണ്. ഒരിക്കലും വന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ അവർ കൊറിയറുമായിട്ട് വരുമ്പം അവരെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുകയോ അവരെപ്പറ്റി ഒബ്സർവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. തന്നിട്ട് പെട്ടെന്ന് അവർ പോകും. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ കൊറിയർ വരുന്നതും ഇതുപോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അവരെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തെങ്കിൽ പെട്ടെന്ന് തന്നിട്ട് ഒപ്പിട്ട് പോകുന്ന ഒരിടപ്പം നമ്മൾ അധികം ശ്രദ്ധിക്കത്തില്ല. രാവിലെ 7:30 ഈ കാർ അവിടെ വന്നോ ഇല്ലയോ എന്ന് നോക്കണം. 8:30 സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എക്സ്റേ അവരുടെ കയ്യിൽ എടുത്തു നോക്കിയപ്പോൾ ഒരു പെല്ലറ്റാണ് കണ്ട്. അത് സർജറി നടത്തി ആ പെല്ലറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ബുർഖയിട്ട തലമറച്ച ഒരു സ്ത്രീയാണോ, തലമറച്ച ഒരു പുരുഷനാണോ, ഒരു ഫീമെയിൽ ശബ്ദത്തിൽ സംസാരിച്ച വ്യക്തിയാണോ എന്നുള്ള കാര്യങ്ങളുടെ പോലീസ് ഈ കാര്യത്തിൽ പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.